സപ്പോർട്ട് ചെയ്തെങ്കിൽ അവന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പി.വി. അൻവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം നിങ്ങൾ വോട്ട് ചോദിച്ചുകൊണ്ട് സംസാരിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നു ഊഷ്മളമായ അഭിവാദ്യം. സവിനയം സ്വാഗതം ചെയ്യും. നേതാക്കളെ, വളരെ പ്രിയമുള്ള ഇടതുപക്ഷ പ്രിയപ്പെട്ട യുവജനങ്ങളെ, ഈ ശബ്ദം കേൾക്കുന്ന ഈ അങ്ങാടിയിലെ ഓട്ടോ ടാക്സി തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ അങ്ങാടിയിലെ കയറ്റിറക്ക തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ അങ്ങാടിയിലെ വഴിവാണിഭ തങ്ങളെ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുവാനാണ് ഈ അങ്ങാടിയിൽ എത്തിയിട്ടുള്ളത്. രാഷ്ട്രീയ പ്രസംഗത്തിലേക്കൊന്നും അങ്ങാടി ഇവിടെ ഉയർത്തുന്ന വികസന മുദ്രാവാക്യം, വർഗീയതയ്ക്കുള്ള പോരാട്ടം, ഈ രണ്ട് മുദ്രാവാക്യങ്ങളും ഈ നാട്ടിലെ ജനം ഏറ്റെടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായും നാടിന്റെ കഴിഞ്ഞ 42 വർഷക്കാലത്തെ അധപ്പതനം, ആ അധപ്പതനത്തിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിന്റെയും ബന്ധുക്കളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും അയൽവാസികളുടെയും എല്ലാവരുടെയും വോട്ടുകൾ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ എനിക്ക് നൽകി ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ വേണ്ട പ്രവൃത്തിയും പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഈ നാടിന്റെ ഇന്ത്യൻ ഭരണഘടനയും പൗരാവകാശവും എന്നേക്കുമായി ഇല്ലാതാക്കി നമ്മുടെ നാടിൽ
അതിനകത്ത് പൊന്നാനിയുടെ പ്രതിനിധിയായി ഉണ്ടാവണം. അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെ കാരണവരായ കൃഷിക്കാരൻ പ്രിയപ്പെട്ട ഗോപാലൻ പാരമ്പര്യ കൃഷിക്കാരനാണ് അടുത്തായിട്ട് നമ്മുടെ മഹിളാ അസോസിയേഷൻ നമ്മുടെ സ്വാസംഘം ചെയർമാന് വേണ്ടി ഹരിദാസ മാഷ് സ്ഥാനാർത്ഥി നമ്മോട് സംസാരിക്കും. ബഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, വളരെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഈ അങ്ങാടിയിൽ വാഹനം ഓടിക്കുന്ന ഓട്ടോ തൊഴിലാളി, ടാക്സി തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ അങ്ങാടിയിൽ ഭാരം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന പ്രിയമുള്ള കയറ്റിറക്ക് തൊഴിലാളി സുഹൃത്തുക്കളെ, ഈ അങ്ങാടിയിലെ വഴിയോര കച്ചവട സുഹൃത്തുക്കളെ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ, പ്രവാസികളെ, ഈ ജാഥയ്ക്ക് ഈ പ്രതിസന്ധിയിലും കൊടുംചൂടിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്ന എന്റെ പ്രിയമുള്ള അമ്മമാരെ, സഹോദരിമാരെ, ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ഈ നാട്ടിലെ നിങ്ങൾ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുവാനാണ് ഈ കോട്ടക്കൽ അങ്ങാടിയിൽ എത്തിയിട്ടുള്ളത്. ഇന്ത്യ മഹാരാജ്യത്ത് തിരഞ്ഞെടുപ്പ് അതിന്റെ കൊടുമ്പിരി കൊള്ളുന്ന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. രാജ്യം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിച്ച് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഫാസിസ്റ്റ് ഭരണം അവസാനിപ്പിച്ച് ഈ രാജ്യത്തിന്റെ മതേതരത്വവും ഭരണഘടനയും നിലനിർത്തണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി രാജ്യത്തെ മതേതര വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി കേരളത്തിൽ എന്നോളം ഇങ്ങോളം ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് പറ്റിയ ഒരു പിഴവ് ഈ രാജ്യത്തെ തന്നെ തകർത്ത് കളഞ്ഞു. ഈ രാജ്യത്തിന്റെ ഏറ്റവും സൗന്ദര്യമായിരുന്ന മതേതരത്വം, ആ മതേതരത്വം പാടെ തകർക്കപ്പെട്ട കാലഘട്ടമാണ് കഴിഞ്ഞ 5 വർഷം ഇന്ത്യ രാജ്യത്തുണ്ടായത്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വസ്ത്രം കഴിക്കണം, എന്തെഴുതണം, എന്ത് പറയണമെന്ന് പോലും ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് ഈ രാജ്യം പോയി. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിലെ ഏറ്റവും സീനിയർമാരായ 4 ജഡ്ജിമാർ സുപ്രീം കോടതി വിട്ട് വെളിയിലിറങ്ങി ഞങ്ങൾക്ക് നീതി നടപ്പിലാക്കാൻ കഴിയുന്നില്ല, ജനങ്ങൾ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുന്ന ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ഈ രാജ്യത്തെ ഒന്നായി നിർത്തുന്നത്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ദളിതനും സിഖും എല്ലാവരും ഒരേ മനുഷ്യരെ പോലെ ഇന്ത്യ എന്ന ഹൃദയവികാരത്തോടു കൂടി ജീവിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ആ ഭരണഘടന പോലും അവഗണിക്കപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് രാജ്യം കടന്നുപോയി. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി ഈ രാജ്യത്തെ നിലനിർത്തണം. ഈ രാജ്യത്ത് മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണം. വോട്ടുകൾ നൽകി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണം. ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ നിങ്ങളുടെ ഒരു സഹോദരനായി പോരാട്ടം നടത്താൻ ഞാനുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. കളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട് ഉള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഞാനുണ്ടാകുമെന്ന് സർവശക്തന്റെ പേരിൽ നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് ഇത്രയും നേരം എന്നെ കേൾക്കാൻ ഇവിടെ കാത്തുനിന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് സൈഡിലേക്ക് മുന്നിൽ തന്നെ